മിനിറ്റിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പാല പൊൻകുന്നം റോഡിൽ എലിക്കുളത്തിന് സമീപത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുക. എലിക്കുളം എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു നാടാണ്. എല്ലാ തര സൗകര്യങ്ങളും അവിടെ തന്നെ അടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിൽ ഇപ്പോൾ എല്ലാവരും ആരാധനാലയങ്ങളാണ് അടുത്ത് ചോദിക്കുന്നത്. പള്ളി, അമ്പലം, അതുപോലെ തന്നെ കടകള്, കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം കടകളും, കോൾഡ് സ്റ്റോറേജ്, പച്ചക്കറി, പലചരക്ക് കടകള്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക് സഹിതം എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനിൽ, നല്ലൊരു റെസിഡൻഷ്യൽ മേഖല, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ താമസിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ നമുക്ക് ഇന്ന് നല്ലൊരു വീട് 1300 സ്ക്വയർ ഫീറ്റിന്റെ 10 സെന്റ് സ്ഥലത്തിലിരിക്കുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെയുമായി ഞാനിപ്പോൾ കടന്നു പോകുക. കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് കൂടുതൽ സ്ഥലം ലഭ്യമാണ്. അപ്പോൾ നമുക്ക് 10 സെന്റ് എന്നുള്ളത് 20 സെന്റ്, 30 സെന്റ്, 40 സെന്റ് സ്ഥലം വരെയും നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു നല്ലൊരു മേഖലയിൽ 10 സെന്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില 50 ലക്ഷം രൂപ മാത്രം. അതിൽ നിന്ന് നെഗോഷിയേഷനും ഉള്ളതാണ്. അപ്പോൾ ലോൺ വേണ്ടവർക്ക് ലോണും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ. പാല പൊൻകുന്നം റോഡിൽ എലിക്കുളത്തിന് സമീപത്തായിട്ട് ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ നല്ലൊരു വീട്, 50 ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന നല്ലൊരു വീട്. ആ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് ഇതാ നിങ്ങളെയുമായി മീനച്ചിൽ ഹോംസ് കടന്നു ചെല്ലുന്നത്. നല്ലൊരു കാർ പോർച്ചിലേക്കാണ് നമ്മൾ നേരെ വന്ന് കയറിയത്. കാർ പോർച്ചിൻ്റെ സൈഡിലുള്ള ആ ഒരു വർക്ക്, ടെക്സ്ചർ വർക്ക് നല്ല ഭംഗിയാണ്. അത് നമുക്കൊന്നുകൂടി വീടിന്ന് കറങ്ങി വന്ന് കണ്ടതിന് ശേഷം നമുക്കൊന്നുകൂടി കാണാം. ഇതാണ് ഫ്രണ്ടിലെ മുറ്റം. 10 സെന്റ് സ്ഥലത്തിൽ 1300 സ്ക്വയർ ഫീറ്റ് വീടാണ് ഇവിടെ. അപ്പോൾ 10 സെന്റ് സ്ഥലത്തിലുള്ള 1300 സ്ക്വയർ ഫീറ്റ് വീട്, നല്ല ഒരു റെസിഡൻഷ്യൽ മേഖല. ഈ 10 സെന്റ് എന്നുള്ളത് നേരെ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം ഉൾപ്പെടെ വേണമെങ്കിൽ 20 സെന്റോ 30 സെന്റോ 40 സെന്റോ വരെയും ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ്. ഫ്രണ്ടിൽ തന്നെ കിണറുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. വീണ്ടും നമ്മൾ കടന്നു പോകുന്നത് ബാക്ക് സൈഡിലേക്കാണ്. ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. സൈഡിൽ വഴിയും അല്ലെങ്കിൽ ബാക്ക് സൈഡ് വഴിയൊക്കെ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്, നല്ല മുറ്റമുണ്ട്. നല്ല പച്ചക്കറി, ഒരു അടുക്കളത്തോട്ടമൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു മുറ്റമൊക്കെ ഉണ്ട്. ഈ തൊട്ടപ്പുറത്തെ വീട് ഇവർ തന്നെ പണിത് കൊടുത്തതാണ്. അവരുടെ വീട് കയറിത്താമസമായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും അവിടെ പന്തലൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് നല്ല ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കും. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു ടെക്സ്ചർ വർക്ക്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ ഒരു കളർ ഡിസൈൻ, നല്ലൊരു മനസ്സിന് കുളിർമ തോന്നുന്നൊരു കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് നേരെ വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വീടിനകത്തെ ദൃശ്യങ്ങൾ 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ആണ്. നല്ല തടി കൊണ്ടുള്ള ഡോറുകൾ, മൊത്തം കട്ടള, അതുപോലെ തന്നെ പാളികൾ എല്ലാം തടികളാണ്. നല്ല ഡിസൈനാണ്. നല്ല ഈ ഒരു റേറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു വീട് ആണ് ഇത് എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ട് വരും. നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറി. നല്ല ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ചോദിക്കുന്ന വില 50 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെയുള്ള വീടുകൾക്ക് ഇതുപോലെ നല്ല ജിപ്സം വർക്കൊക്കെ ചെയ്ത് ഇതുപോലെ നല്ല ക്യൂട്ടാക്കി പണി തീർത്തെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇനിയും നമ്മൾ നേരെ ഇവിടെ രൂപക്കോടിൻ്റെ പോയിൻ്റ്, അതുപോലെ തന്നെ TV-യുടെ യൂണിറ്റ് എല്ലാം നമ്മൾ കണ്ടു. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത്. നല്ല തടി വർക്കുകളൊക്കെ ചെയ്ത് വളരെ ക്യൂട്ടാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വീട്. ഇവിടെ നമ്മൾ അകത്തെ ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ കയറിയത്. ഇവിടെയും ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ലൈറ്റ്, ഫാന്, ഫാൻസി ലൈറ്റ് എല്ലാ സംവിധാനത്തോടും കൂടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുക. ഒരു സൈഡിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഭിത്തിയിൽ. അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറിയത്. ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്.
ഒരു ടേബിളായിട്ടും ഒരു അലമാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. അറ്റാച്ച്ഡ് ആണ്. എല്ലാം കമ്പനി സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെറായുടെ കമ്പനി സാധനങ്ങൾ തന്നെയാണ് ഈ വീടിനകത്തെ ക്ലോസറ്റ്, വാഷ് ബേസിന് എല്ലാം ചെയ്തിരിക്കുക. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട്. നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ബസ് റോഡുമായിട്ടുള്ള ദൂരം ഏകദേശം ഒരു 400-500 മീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ തന്നെ പള്ളി അടുത്തുണ്ട്, അമ്പലം അടുത്തുണ്ട്. എല്ലാം ഒരു 3/4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി അമ്പലമൊക്കെ നമുക്ക് പോകാൻ പറ്റും. നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. വലിയധികം ഫാക്ടറികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ അലമ്പ് സെറ്റപ്പോ ഒന്നും ഉള്ള ഏരിയ അല്ല. എല്ലാം നല്ലൊരു മേഖല തന്നെയാണ്. നല്ല ആൾക്കാർ, നല്ല തറവാടികളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള നല്ലൊരു ഏരിയയാണ്. വെള്ളപ്പൊക്ക ഭീഷണികളൊട്ടും ഇല്ലാത്തൊരു മേഖലയാണ്. അതുപോലെ തന്നെ കുടിവെള്ളം ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വീടിനകത്ത് 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലവും ഇവിടെ ലഭിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളെല്ലാം കണ്ടു. ഇനി നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടുന്ന് നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറി. കിച്ചൺ നല്ല കബോർഡ് വർക്കുകളൊക്കെ ഉള്ള നല്ലൊരു കിച്ചൺ, നല്ല കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. ACP ഉപയോഗിച്ചുള്ള കബോർഡ് വർക്കുകളാണ്. ഒരു വുഡിൻ്റെ ഫിനിഷിങ് വരുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയോടൊപ്പമുള്ള ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സംസാരിക്കാം. ഒപ്പം നേരിൽ വരിക. നേരിൽ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വീട്, സ്ഥലവും ലൊക്കേഷനൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ പലരും ചാറ്റിങ്ങിലൂടെ വാട്സപ്പ് വഴിയൊക്കെ ചോദിക്കാറുണ്ട്. പല വീടുകളും കണ്ടിട്ട് അവരുടേതായ ഒരു വില പറയാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നേരിട്ട് വന്നൊന്ന് കാണുക, കണ്ടിട്ട് നമുക്ക് വില പേശാം എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം എപ്പോഴും നമുക്ക് വീട് നേരിട്ട് കാണണം, അതുപോലെ തന്നെ ലൊക്കേഷൻ നേരിട്ട് കാണണം. ഇതൊക്കെ കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ളൊരു വീടാണോ എന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ വില പറയുന്നത്. ഇപ്പം ഞാൻ നല്ല വീടാണെന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് എന്ന് നമ്മൾ മാനിക്കേണ്ടത് തന്നെയാണ്. കാരണം എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് വേറൊരാൾക്ക് നല്ലതായിരിക്കണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു വീടാണിത്. നല്ല ലൊക്കേഷനും എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ്. ഒച്ചപ്പാടോ ബഹളങ്ങളോ വാഹനങ്ങളുടെ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു റെസിഡൻഷ്യൽ മേഖല, അങ്ങനെയുള്ളൊരു മേഖല തന്നെയാണ്. പക്ഷേ നിങ്ങളെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ്, ഓരോ ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ നേരിൽ വന്ന് കാണുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീടും സ്ഥലവും ലൊക്കേഷനൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് വില പറയാം. ഉടമസ്ഥനെ നേരിട്ട് വിളിച്ച് നിർത്തി നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് പറയാനായിട്ടുള്ള വില നമുക്ക് ഒരുമിച്ചാണ് വില പേശുന്നത്. അങ്ങനെ പേശിയാണ് കച്ചവടം ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു വില നിശ്ചയിക്കാതെ നേരിട്ട് വന്ന് കാണുവാനായിട്ട് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.